ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ കുറെ ദിവസമായിട്ട് മീഷോ റിവ്യൂ കുർത്തി ഹോളൊക്കെ ആയിരുന്നല്ലോ ചെയ്യുന്നത്. അപ്പൊ ഒരു വെറൈറ്റിക്ക് നമ്മൾ ഹെയർ സ്റ്റൈൽ ആക്കാൻ നോക്കുന്നത്. എന്നോട് കുറച്ച് പേര് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാവും ചോദിച്ചായിരുന്നു. കുറച്ച് പേരല്ല കേട്ടോ, 1-2 പേര്. അപ്പൊ എന്തായാലും ആ ഹെയർ സ്റ്റൈൽ ചെയ്യാന്ന് കരുതി കേട്ടോ. ഞാൻ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ ആണ്. അത്രയ്ക്ക് നല്ലതാണോ എന്നൊന്നും അറിയത്തില്ല. ഇതൊരു 3-in-1 അല്ലെങ്കിൽ 4-in-1 ഹെയർ സ്റ്റൈൽ പോലെ കേട്ടോ. അപ്പൊ അതിൽ 3 രീതിയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ 3 രീതി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഹായ്, ഐ ആം രേഷ്മ, വെൽക്കം ടു മൈ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ഹെയർ സ്റ്റൈൽ നോക്കിയാലോ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ മുടിയുടെ ജട എല്ലാം കളയണം കേട്ടോ. അപ്പൊ ഇതെനിക്ക് തോന്നുന്നു മീഡിയം അല്ലെങ്കിൽ ലോങ് ഹെയർ, ആ ഒരു ഹെയറിനായിരിക്കും ഈ സ്റ്റൈൽ കുറച്ചും കൂടി ഭംഗി. ഇതിന്റെ 4th സ്റ്റൈല് ചിലപ്പോൾ ഷോർട്ട് ഹെയറിനും ഭംഗിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചീപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ പല്ലകലുള്ള ചീർപ്പുണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ചീപ്പ് യൂസ് ചെയ്തില്ലെങ്കിൽ കൈവച്ചാണെങ്കിലും നമുക്ക് ചെയ്യാം, കാരണം ഇതൊരു മെസ്സി ടൈപ്പ് ഹെയർ സ്റ്റൈലാണ്. ഞാൻ ചിലപ്പോൾ ചീപ്പ് യൂസ് ചെയ്യും, ചിലപ്പോൾ കൈവച്ചും ചെയ്യും കേട്ടോ. ഒരു മിനിറ്റ് മതി ഹെയർ സ്റ്റൈലിന്. അതുകൊണ്ട് ചിലപ്പോൾ സ്പീഡ് ചെയ്യുമ്പോൾ കൈവച്ചും ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓയിൽ ഒട്ടും ഇല്ലാത്ത മുടിയിലായിരിക്കും ഇത് കാണാൻ ഭംഗി. ഓയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചപ്പ പോലെ ഇരിക്കും. അതുകൊണ്ട് ഇച്ചിരി പറന്ന്, അതായത് ഞാൻ പറഞ്ഞല്ലോ മെസ്സി ഹെയർ സ്റ്റൈൽ ആയിട്ടാണ് നല്ലത്. അപ്പൊ ഓയിൽ ഇല്ലാത്ത ഹെയർ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വേറെന്താണ് നമുക്ക് നോക്കാം. പിന്നെ ഇത് പാർട്ടീഷൻ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചേരും കേട്ടോ. ചിലർക്ക് സെന്റർ പാർട്ടീഷൻ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് സൈഡ് പാർട്ടീഷൻ ആയിരിക്കും. ഇത് പാർട്ടീഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചേരും. അതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിപ്പം തൽക്കാലം ജടയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ചീർപ്പ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കൈ വെച്ച് തന്നെ ചെയ്യാന്ന് വിചാരിച്ചാണ്. ഓരോ നമ്മുടെ ഈ 3 വിരലുണ്ടല്ലോ, ആ 3 വിരൽ വെച്ച് ഇങ്ങനെ തെന്നിച്ച് ബാക്കിലേക്ക് എടുക്കണം കേട്ടോ. ഒത്തിരി ടൈറ്റ് ആക്കരുത്. ഇതുവരെ ഇങ്ങനെ ലൂസ് ആക്കി പിടിച്ചാൽ മതി. ടൈറ്റ് ആക്കി അതിന്റെ ഭംഗി അങ്ങ് പോകും കേട്ടോ. കൈ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് പല്ലകലം ഉള്ളത് യൂസ് ചെയ്യണം കേട്ടോ, ചീപ്പ്. എന്നാലേ ഭംഗി കിട്ടുള്ളൂ. കാരണം ഇത്രയും ഗ്യാപ്പ് വരണം, അതാണ്. ഇങ്ങനെ ബാക്കിലേക്ക് എടുക്കുക. ഇതൊരു ഓണം ഹെയർ സ്റ്റൈൽ ആയിട്ടും ചെയ്യാട്ടോ, കാരണം ഇങ്ങനെ ചെയ്തിട്ട് മുല്ലപ്പൂ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. സോ ദേ ഇങ്ങനെ എടുക്കുക, ബാക്കിൽ നല്ല ലൂസാക്കി പിടിക്കുക കേട്ടോ. ഇത് ഇത്രയും ലൂസെങ്കിലും വേണം, അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റും. ഇത്രയും എടുത്തതിന് ശേഷം നമ്മൾ ചെവിയുടെ ബാക്കിൽ നിന്ന് ഒരു കുറച്ചതേ ഇത്രയും കൂടി എടുക്കാം കേട്ടോ. അപ്പൊ ഒന്ന് ഒതുങ്ങിയിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. 2 ചെവിയുടെ ബാക്കിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ബാക്കില് ഒരു ചെറിയ സ്പൈഡർ ക്ലിപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് സെക്യൂർ ചെയ്യണം കേട്ടോ. ഇതിനുശേഷം ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പയ്യെ പുഷ് ചെയ്യണം കേട്ടോ. ഒരുപാട് പുഷ് ചെയ്താൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോരും. പയ്യെ പുഷ് ചെയ്യുക. എന്നിട്ട് ഒട്ടും മെസ്സി ആയിട്ട് തോന്നില്ലെങ്കിൽ ജസ്റ്റ് വീണ്ടും ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞത് ഇത് മെസ്സി ഹെയർ സ്റ്റൈലാണ് കേട്ടോ. നമുക്ക് എത്രയും മെസ്സി ആക്കാൻ പറ്റുമോ അത്രയും ഭംഗിയാവും. ഒരുപാടൊന്നും വലിച്ചു കൊടുക്കരുത് കേട്ടോ, ഞാൻ വലിച്ചു കൊടുക്കാൻ പറഞ്ഞെന്നും പറഞ്ഞ്. കുറച്ച് ലൂസാക്കി ഇടുക. അതിനുശേഷം ഒരു ഭംഗിക്ക് കുറച്ച് വേവി ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടുക. ഞാൻ കട്ടൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ വേവി ഹെയർ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടുക കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾ ചോദിച്ച വീഡിയോത്തെ പോലെ ഹെയർ സ്റ്റൈൽ ആയെന്ന് അറിയത്തില്ല, ശരിക്കും ഇതാണ് കേട്ടോ ഹെയർ സ്റ്റൈല്. ഇത് മുടിയിൽ ഉള്ള എണ്ണയുടെ ഇതനുസരിച്ച് മാറും കേട്ടോ. ഇപ്പൊ എന്തായാലും എന്റെ മുടിയിൽ ഒട്ടും എണ്ണയില്ല, അതുകൊണ്ട് നല്ല പറന്ന് കിടപ്പുണ്ട്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ബാക്കിൽ നിന്ന് വരുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ഓണം ഹെയർ സ്റ്റൈലിന് പറ്റിയതാണ്. കാരണം നമ്മളിങ്ങനെ മുല്ലപ്പ് വെക്കുമ്പോൾ നല്ല വിരിഞ്ഞ് കിടക്കും. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ 4-in-1 എന്ന് പറഞ്ഞതിൽ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ഇതാണ് കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്നായിട്ട് മെസ്സി ആക്കുവാണെങ്കിൽ നല്ല ലുക്ക് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് നോക്കിയാലോ. സെക്കൻഡ് ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ എന്തായാലും ലൂസ് ആക്കുന്നില്ല. നമ്മൾ ഹൈ പോണിറ്റെയിലായിട്ട്, ഹൈ ആയിട്ടും ലോ ആയിട്ടും കെട്ടാം. ഹൈ പോണിറ്റെയിലായിരിക്കും ഇതിന് ഭംഗി. അപ്പൊ ദേ ഹൈ ആയതുകൊണ്ട് ഈ ക്ലിപ്പിന് തൊട്ട് താഴെ ഇത്ര ഇവിടെ വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ പോണിറ്റെയിൽ ആയിട്ട് ബുഷ് വേണം, ബുഷ് ഇടുക. ഇതും ഒരുപാട് ബുഷ് ഇട്ട് ടൈറ്റ് ആക്കരുത് കേട്ടോ. ഒരു 2 തവണ ഇട്ടാൽ മതിയാവും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇങ്ങനെ മെസ്സി ആയിട്ടിരിക്കും. ഇതാവുമ്പോ നമുക്ക്
അഴിച്ചിടാൻ മടിയുള്ളവർക്ക് കുറച്ച് സെക്യൂർ ആയിട്ടിരിക്കും കേട്ടോ. അതെ, ഇങ്ങനെയായിരിക്കും ബാക്ക്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ. ഇനി മൂന്നാമത്തത് വളരെ സിമ്പിൾ. ഇത് പോണിറ്റൈലൊക്കെ മാറ്റണം കേട്ടോ. കാരണം മുടി അയച്ചിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവര് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുക, നമ്മൾ മെടഞ്ഞിടുക, അതായത് പിന്നിടുക എന്ന് പറയുമല്ലോ. നോർമൽ 3 പിന്നൽ പിന്നണ അങ്ങനെ പിന്നാം. 1000 പിന്നൽ പിന്നാണ് കുറച്ചും കൂടി പാർട്ടി വെയർ ആയിട്ട് തോന്നും കേട്ടോ. പാർട്ടിക്കൊക്കെ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ 1000 പിന്നൽ പിന്നും. നോർമൽ ആണെങ്കിൽ ഇതേ ഇതുപോലെ 3 പിന്നൽ പിന്നും കേട്ടോ. പിന്നെ ഇതും ടൈറ്റ് ആയിട്ട് പിന്നരുത്. ടൈറ്റ് ആയിട്ട് പിന്നെ അതിനൊരു ഭംഗിയും കാണില്ല കേട്ടോ. മെടഞ്ഞ് കുറച്ച് ലൂസാക്കി ഇടുക. പൊക്കി പൊക്കി വെക്കാൻ എന്തോരം പൊക്കാൻ പറ്റുമോ അത്രയും പൊക്കുക. ഇങ്ങനെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇടാം, ബാക്കിലേക്ക് ഇടാം. ഞാൻ ഫ്രണ്ടിലേക്കാണ് ഇടാറ്. ഇതേ ഇതാണ് കേട്ടോ മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബാക്കിലേക്ക് ഇട്ടാൽ സെയിം നമ്മൾ ലൂസാക്കി ഇട്ടതുപോലെ തന്നെ കേട്ടോ. ഇതാണ് കേട്ടോ മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ. ഇനി 4 in 1 എന്നാണല്ലോ പറഞ്ഞത്. നാലാമത്തെ വളരെ സിമ്പിൾ. ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് ഹെയറിനാണെങ്കിലും പറ്റുമെന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൺ ഹെയർ സ്റ്റൈൽ ആണ് കേട്ടോ. നോർമൽ ഇത് ഇങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് നമ്മൾ ബണ്ണായിട്ട് കിട്ടുമല്ലോ. ഞാൻ ഇത് അങ്ങനെ ട്രൈ ചെയ്യാറില്ല. വീട്ടിൽ ഇരിക്കുമ്പോൾ കെട്ടും, പക്ഷെ ഞാൻ പുറത്തോട്ടൊന്നും ബണ്ണ് അങ്ങനെ കെട്ടാറില്ല കേട്ടോ. പക്ഷെ ബണ്ണ് കെട്ടിയാലും നല്ല ഹെയർ സ്റ്റൈൽ ആയിരിക്കും ഇത്. ബണ്ണ് കെട്ടുമ്പം ഈർക്കിളി സ്ലൈഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. ഞാനിപ്പോ ബുഷ് വെച്ചാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതും നമുക്ക് ഓണത്തിന് പറ്റിയതാണ് കേട്ടോ. ലൂസാക്ക. ഇതാണ് മൂന്നാമത്തെ ഹെയർ സ്റ്റൈല്. ഇത് ഓണത്തിന് സാരിയും സെറ്റും കൊണ്ട് കൊടുക്കുന്നവര് ഒന്ന് മുല്ലപ്പൂവും കൂടി വെച്ച് നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ. നല്ല ബണ്ണായിട്ട് കിടക്കും. ബണ്ണ് നമ്മൾ കുറച്ചും കൂടി ഇതുപോലെ ലൂസാക്കി കൊടുക്കുന്ന കുറച്ചും കൂടി ഭംഗി വരും കേട്ടോ. അപ്പൊ നമ്മള് ഈർക്കിളി സ്ലൈഡ് ഒക്കെ കുത്തിയിട്ട് കുറച്ച് ലൂസാക്കണം. ഇങ്ങനെ ബുഷ് വെച്ചിട്ട് ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ ബണ്ണ് അഴിഞ്ഞു വരും കേട്ടോ. ഇപ്പൊ ഞാൻ ബുഷ് മാത്രം വെച്ചത് കൊണ്ടാണ് ജസ്റ്റ് നിങ്ങളെ പഫായിട്ട് കാണിക്കാത്തട്ടോ. അപ്പൊ ഇതാണ് എന്റെ 4 in 1 ഹെയർ സ്റ്റൈൽ കേട്ടോ. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് കോളേജിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഓഫീസിലേക്കൊക്കെ പോകുന്നവർക്ക് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഹെയർ സ്റ്റൈൽ ആട്ടോ. 4 ദിവസവും വ്യത്യസ്തമായ രീതിയിൽ ഒരുങ്ങി പോവാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.